ഹായ്, ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അനുയാത്രയും നമ്മൾ വാരാണസി തന്നെയാണ് ഉള്ളത്. ഇന്ന് രാവിലെ ഞാൻ ബ്രിഡ്ജ് റമ എന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനെ തന്നെയാണ് അത് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു, ബ്രിഡ്ജ് റമ എന്ന് പറയുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആക്ച്വലി എനിക്ക് അവിടെ താമസിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 1 lakh അടുത്താണ് അവരുടെ പെർ ഡേ റൂമിൻ്റെ ചാർജ് വരുന്നത്. ആൻഡ് അതിനൊക്കെ മേലേക്കാണ് ബെറ്റർ റൂംസിനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, അറ്റ്ലീസ്റ്റ് അവിടെ പോയി ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും കഴിച്ചിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ളത്. ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോണത്. ചിലപ്പം ഇങ്ങനത്തെ ഹോട്ടൽസിൽ വാക്ക് ഇൻ ആളുകളെ എടുക്കുമായിരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അത് മാത്രമല്ല, ഈ വഴി കൂടെ പോവാനായിട്ട് ഒന്നെങ്കിൽ നമ്മൾ റിക്ഷ എടുക്കണം, അല്ലെങ്കിൽ മറ്റേ ഒരു ഇലക്ട്രിക് ഓട്ടോ റിക്ഷ ഉണ്ട്, അതെടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഈ വഴികളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, ഇവിടെയുള്ള മനുഷ്യരെയൊക്കെ ഇങ്ങനെ കണ്ട് ചിരിച്ചും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നടന്നു പോകാൻ തീരുമാനിച്ചു ഇന്ന് രാവിലെ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ വാരാണസിയിൽ മിക്ക വഴികളും ഉണ്ടാവുക. ആ ഒരു മെയിൻ റോഡ് കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെ ഈ ഉൾവഴികളൊക്കെ ഇങ്ങനെ ആണ് ഉണ്ടാവുക. നല്ല രസമാണ്. എനിക്ക് വൃത്തി കുറച്ച് കുറവാണ്, കുറച്ച് അധികം കുറവാണ്. താഴെ നോക്കരുത്, താഴെ നോക്കിയാൽ നമ്മൾക്ക് ഭയങ്കര ഒരു ഡിസ്കസ്റ്റിംഗ് അവസ്ഥയാണ്. മേലെയും ചുമരും പല നിറങ്ങളും ഒക്കെ അങ്ങനെ നോക്കി നോക്കി നടക്കുക എന്നുള്ളതാണ്. അപ്പം അതായിരുന്നു എൻ്റെ ഇന്നത്തെ രാവിലത്തെ മെയിൻ ഉദ്ദേശവും. നമ്മൾ എത്തി. ഇതാണ് ബ്രിഡ്ജ് രാമ ഹോട്ടൽ എന്ന് പറയുന്നത്. ഇതാണ് അങ്ങടേക്കുള്ള ഒരു വഴി. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്താണ് ഞാൻ ഈ ഹോട്ടലിൽ നിൽക്കണം എന്ന് വിചാരിച്ചതെന്ന്. അവിടെ കുറച്ച് ഗസ്റ്റൊക്കെ ഉള്ള കാരണം അവർ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ വീഡിയോ നിർത്തി. അപ്പം അങ്ങനെ നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങി. ഇത് ഇവിടുത്തെ വാരാണസിയിലെ ഒരു സ്പെഷ്യൽ സ്വീറ്റാണ് കേട്ടോ. മലയ്യോ എന്നാണ് പറയുന്നത്, മക്കാൻ മലായി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവരോട് ചോദിച്ചപ്പം പാല് വറ്റുന്നവരെ ഇങ്ങനെ തിളപ്പിച്ച് പിന്നെ അത് രാത്രി മുഴുവൻ പുറത്ത് ഫ്രഷ് എയറിൽ വീടിൻ്റെ പുറത്ത് വെച്ചിട്ട് രാവിലെ അത് വീണ്ടും ഇങ്ങനെ ബീറ്റ് ചെയ്ത് ഇങ്ങനെ പതപ്പിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് അത്രേ. സത്യം പറഞ്ഞാൽ ഇത് വായിൽ ഈ സ്പൂൺ ഇടുമ്പോൾ ഒന്നുമില്ല കേട്ടോ. വായന്ന് അങ്ങോട്ട് ഇങ്ങനെ അലിഞ്ഞ് മെൽറ്റായി അങ്ങോട്ട് പൊട്ടിപ്പോവും. എനിക്ക് തോന്നുന്നു ഈ ഫുൾ പാത്രം വായിലിട്ടാലാണ് നമുക്ക് എന്തെങ്കിലും അറിയുള്ളൂ എന്ന്. പക്ഷെ നല്ലതായിരുന്നു. ഈ ബദാം മിൽക്കൊക്കെ കിട്ടില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ അത് ഇഷ്ടം, അവർക്ക് അത് അപ്പം ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് പാലത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കിത് ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാൻ കഴിക്കും, അങ്ങനെയുള്ളൂ. ഇത് കണ്ടോ, ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞാനും വേറൊരു ടേബിളിൽ മാത്രമേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പീസ്ഫുള്ളി ഈ സ്ഥലം മുഴുവൻ എൻജോയ് ചെയ്ത് കഴിക്കാൻ എനിക്ക് പറ്റി. പിന്നെ ഞാൻ അവരുടെ റൂഫ് ടോപ്പ് ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് കോഫി എനിക്ക് ഇങ്ങോട്ട് തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു റൂഫ് ടോപ്പിൽ. അപ്പോൾ അവർ സമ്മതിച്ചു. ഞാനിത് ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കുറേ സമയം ഇവിടെ ഇരുന്നു. ഇവിടുന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഫുൾ ഡേ എനിക്ക് ഈ ഗാർഡ്സ് കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്നുള്ളതുകൊണ്ട് ഞാനൊരു 1-2 മണിക്കൂറൊക്കെ ഇവിടെ ഇരുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു കാപ്പിയും പിടിച്ച് പിന്നെ കുറച്ച് ആളുകളൊക്കെ മീറ്റ് ചെയ്ത് മിണ്ടി അങ്ങനെ ഇരുന്ന് നേരെ നമ്മൾ ഗാർഡ്സിൽ ഇന്നത്തെ നമ്മുടെ കറക്കം തുടങ്ങാനായിട്ട് ഞാനിങ്ങനെ ഇറങ്ങി. ഇവിടെ 80-84ഓളം ഗാർഡ്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോന്നിനും ഓരോ സ്വഭാവമുള്ള പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ യാത്ര തുടങ്ങുകയാണ്. ഇതാണ് മൊത്തത്തിൽ ഈ ഗാർഡ്സിലൊരു വൈബ് എപ്പോഴും ഉണ്ടാവുക. ഞാൻ കുറേ പ്രാവശ്യമായാലും ഇപ്പോൾ പറയണു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പം ഇതാണ് ഇത് കൂടെ ഉള്ള ഈ നടത്തം. ഈ നടത്തത്തിലാണ് ഞാൻ പറഞ്ഞ ക്ഷീണിക്കുന്നതോ വേർക്കുന്നതോ വിശക്കുന്നതോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മൊമെൻറ്റ് പോലും ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്രയധികം ആളുകളും കഥകളും ലൈഫും ഒക്കെ കാണുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഈ സൈഡിൽ കാണുന്നത് മുഴുവൻ ബലിതർപ്പണത്തിനൊക്കെ ഇരിക്കുന്ന ആളുകളും അത് ചെയ്യുന്ന ആളുകളുമാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് തന്നെ കുളിക്കുകയും അവിടെ നിന്ന് തന്നെ ബലിയിടുകയും അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. കുറേ പേര് ഇതിനു വേണ്ടി കൺവിൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ അവരിങ്ങനെ ചോദിക്കും വേണോ എന്നൊക്കെ. ഇവിടെ അതൊക്കെ കണ്ടോ, ഒക്കെ ഒരുക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഇത് ദശാശ്വമേധ് ഘട്ടിൻ്റെ ഒരു അറ്റമാണ്. അപ്പം അവിടെ കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ഈവൻ അസിഘട്ടിലും ഇങ്ങനെ ഒരുപാട് ആളുകൾ ബലിതർപ്പണത്തിന് വേണ്ടി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ നാളത്തേക്ക് ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അറിയുന്ന ഒരാൾ ത്രൂ ആണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു തൃപ്തി കിട്ടുമല്ലോ. അങ്ങനെ ഇവിടെ ഒരു മലയാളി ആയിട്ടൊരാളും ഉണ്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അദ്ദേഹം ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു. ഇദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുമായിരുന്നു ഞാൻ. പക്ഷെ നമുക്ക് ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറി.
ഇന്നിവിടെ ഒരു നേപ്പാളി ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിങ് ചിലപ്പം ഞാൻ എത്തുമ്പോഴേക്കും അടയ്ക്കും. അപ്പോൾ അത് കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം ഇന്നുണ്ട് എനിക്ക്. നേപ്പാളി ടെമ്പിളും അതിൻ്റെ അടുത്ത് വിഡോസ് മാത്രം താമസിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. പല ഭാഗത്തു നിന്നുള്ള വിധവകൾ, പല പ്രായത്തിലുമുള്ള വിധവകൾ മാത്രം താമസിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയും ഒന്ന് പോയി കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഞാൻ ആ നേപ്പാളി ടെമ്പിളാണ് മാപ്പിൽ വെച്ചിരിക്കണേ. ഞാൻ നമ്മുടെ നേപ്പാളി ടെമ്പിൾ തപ്പി നടക്കുകയാണ് കേട്ടോ. ഇനിയും ദൂരം 300 മീറ്റേഴ്സാണ് ഇനിയും കാണിക്കുന്നത്. നടന്ന് എല്ലാ ദിവസവും 10-12 കിലോമീറ്റർ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നടന്നൊരു സ്ഥലത്തും സൈറ്റ് സീയിങ്ങിന് പോയിട്ടില്ല. പക്ഷെ ഇവിടെ കുഴപ്പമില്ലാണ്ട് ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതൊരു ബോട്ട് ഉണ്ടാക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആട്ടൊക്കെ വെച്ച് പണിയെടുക്കുന്നുണ്ടായിരുന്നു ആളുകൾ. അവരുടെ ഹിന്ദി എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം നമ്മൾ നേപ്പാളി ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ടെമ്പിൾ ഉള്ളത്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇല്ലേ, നമുക്കിങ്ങനെ ഈ ഒരു ഫോർട്ടിനകത്തൊക്കെ നമ്മളിങ്ങനെ ഒരു പ്രിൻസസ് വൈബാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ വളരെ തിരക്കും കുറവായിരുന്നു. കുറച്ച് പേര് അവിടെയും ഇവിടെയും നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഒരു കോർണറിൽ അവിടെ ഒരു ഫോട്ടോഷൂട്ട് എന്തോ നടക്കുന്നുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പ്രിൻസസ് വൈബിലിങ്ങനെ നടന്നു പോയി കുറച്ച്. ഇവിടം തൊട്ട് ആ ഒരു നേപ്പാളി ടെമ്പിളിൻ്റെ ഒരു വൈബ് നമുക്ക് കിട്ടും കേട്ടോ. ഫുൾ മണ്ണിലും വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ അമ്പലമുള്ളത്. ബാക്കി അമ്പലങ്ങളിൽ നിന്നൊക്കെ ഒരു പ്രത്യേകതയും തോന്നിയിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ. പക്ഷേ നമ്മൾ ചെന്നപ്പോഴേക്ക് അടച്ചു. ഇവിടെ 12 മണിക്ക് ഉച്ചയ്ക്ക് അടയ്ക്കും. ഇനി വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് തുറക്കുക. അപ്പം ഇന്നിനി അത് കാണാൻ പറ്റുമെന്ന് സംശയമാണ്. അപ്പം നമ്മൾ ആ ഫോർട്ടിൽ നിന്ന് മെല്ലെ പുറത്തിറങ്ങി വീണ്ടും ഗാർഡ്സിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് നമുക്ക് മണികർണിക ഘട്ടിലേക്ക് ഇന്ന് പോവാം കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് മെൻ്റലി പ്രിപ്പയർഡാണ് അവിടെ പോകാനായിട്ട്. അപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കാശി ടെമ്പിളിൻ്റെ അടുത്താണ് ഈ നേപ്പാളി ടെമ്പിൾ. കാശി ടെമ്പിൾ എത്തുന്നതിന് മുമ്പാണ് നമ്മൾ ദശാശ്വമേധ് ഘാട്ടിൽ നിന്ന് നടന്നു വരുന്ന സമയത്ത്. അപ്പം നമ്മൾ കുറച്ച് സമയം കാശി ടെമ്പിളിൻ്റെ മുന്നിൽ ഇങ്ങനെ ആളുകളെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ പീസ്ഫുള്ളി സ്പെൻഡ് ചെയ്തു. ഇതാണ് എൻ്റെ ഒരു 360 വ്യൂ ഞാൻ കാണിച്ചു തന്നത്. ബാക്കിൽ അതാണ് കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ ഒരു എൻട്രൻസ്. ഇവിടെയാണ് നേപ്പാളി ടെമ്പിൾ. ഇവിടെ ഇതാ റിവർ ഗംഗ സമാധാനപരമായി ഒഴുകുന്നു. കുറച്ച് നേരം ഇവിടെ കടന്ന് കറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു വെർച്വൽ റിയാലിറ്റീൻ്റെ ഈ ഒരു കൗണ്ടർ കണ്ടത്. ഇവിടെ നമുക്ക് ഇവിടുത്തെ 5 സമയത്തുള്ള പൂജയും നമുക്ക് കാണാൻ പറ്റും. വളരെ അടുത്ത് കാണുന്ന പോലെ കാണാൻ പറ്റും. ആൻഡ് വേറെയും കുറേ വലിയ ടെമ്പിൾസിലെ പൂജാസ് അവർ നമുക്ക് ഇതിൽ കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയ പൈസയുള്ളൂ, 150 rupees. അപ്പം ഞാൻ അതും ഒന്ന് കാണാമെന്ന് തീരുമാനിച്ചു. Is 360 degree. You can move everywhere and watch. If you have any issue during the darshan, raise your hand. When the darshan is finished, don't remove it with your hands. Just raise your hand. Okay. Yeah. Okay. Yeah. Okay. Okay. Yeah. Ayo, can you hold my phone? Huh? Hold my One phone. second. The view is clear. Yes. Yeah. No issue. It's clear. തിരക്ക് കാരണം ഉള്ളിൽ കയറാൻ പറ്റാത്തവരും അല്ലെങ്കിൽ എല്ലാ പൂജയും കാണാൻ നിൽക്കാത്തവർക്കൊക്കെ ഇത് ഭയങ്കര നല്ല ഓപ്ഷൻ ആയിരിക്കും. ശരിക്കും നമ്മളും ആ പൂജയും മാത്രം ഉള്ളൊരു സ്പേസ് പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഇതാ വീണ്ടും ഞാനിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ചേച്ചിമാർ ഇവിടെ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മണികർണിക ഘാട്ട്. ഞാൻ ചെന്നപാടെ ഞാൻ കാണുന്നത് ഇതാണ് കേട്ടോ. എൻ്റെ ഒരു ഫസ്റ്റ് കാഴ്ച എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ഒരു പശു അവിടെ നിൽക്കുന്നതും ഇവിടെ കുറേ ആളുകളും 1-2 ബോഡി വരുന്നുണ്ടായിരുന്നു, അവിടെ കത്തിക്കുന്നുണ്ടായിരുന്നു. ബോഡി വെച്ചിട്ട് എനിക്ക് ആ ബോഡി കാണിക്കാൻ തോന്നുന്നില്ലേ, ഞാൻ അതാണ് ആ ആളുടെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇങ്ങനെ പ്ലെയിൻ മുഖം വെച്ചിട്ടാണ് അദ്ദേഹം അത് കെട്ടുന്നതും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇത് ആളുകൾ ബോഡിയിൽ വെക്കുന്ന ഗോൾഡ് ചില ആളുകൾ ഒരു ചടങ്ങ് പോലെ
ബോഡിയിലൊരു തുണ്ട്, ഒരു കഷ്ണം, ഒരു ചെറിയ ഗ്രാമൊക്കെ മില്ലിഗ്രാം പോലെയൊക്കെ ഗോൾഡ് വെക്കും അത്രേ. അപ്പം അത് തപ്പുക എന്നാണ് പറയണേ. അത് തപ്പിയിട്ടാണ് ഇവരുടെ ചിലവിനും അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കും. ഇവിടെ ആളുകൾ അത് ഷെയർ ചെയ്ത് ആ പൈസ എടുക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്താല്ലേ മരിച്ച ബോഡിയിലുള്ള പൊന്ന് തപ്പി ജീവിക്കുന്ന കുറേ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ, ഇതൊരു ബോഡീനെ ഈ ഗംഗാ സ്നാനം ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ കത്തിക്കും മുന്നേ. വാരാണസിയുടെ ഗംഗയുടെ ഒരു വേറെ സൈഡാണ്, മെയിൻ സൈഡ്. ഇൻഫാക്ട് അതൊരു ബോഡിയാണ് കത്തിക്കാൻ കൊണ്ടുപോവാണ്. മേലെയാണ്, അവിടെയാണ് കത്തിക്കുന്ന സ്ഥലം. ആ ഷീറ്റ് ഇട്ടിട്ട് അവിടെയാണ് കത്തിക്കുക. ഈ ഒരു ഇത് കാണുമ്പോഴേ ഒരു സൈഡിൽ, ഗംഗയുടെ ഒരു സൈഡിൽ നിറയെ ബോട്ടിൽ ആളുകൾ കാഴ്ച കണ്ട് ഉല്ലസിക്കുകയാണ്, സന്തോഷിക്കുകയും ടൂറിസ്റ്റായിട്ട് ട്രിപ്പ് വന്ന ആളുകളുമാണ്. ഇവിടെ ഒരു കൂട്ടം മനുഷ്യർ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് അവർ മരിച്ച ബോഡിയിൽ നിന്ന് കത്തിച്ച ആ ചാരത്തിൽ തപ്പുകയാണ്. അവർക്ക് എന്തെങ്കിലും പൊന്നോ എന്തെങ്കിലും കോയിനോ എന്തെങ്കിലും ആഭരണമോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വിറ്റിട്ട് അവരുടെ ഫാമിലിയും അവർ ഒരുമിച്ച് അത് ഷെയർ ചെയ്തെടുക്കുന്നതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ. അപ്പം അത് വെച്ചിട്ട് എങ്ങനെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകൾ ഇവിടെ ഇങ്ങനെ പൊന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നു. ദഹിപ്പിച്ച പൊടിയിൽ കുറേ ആളുകൾ ബോഡി വെച്ചിട്ട് ഇങ്ങനെ അവരുടെ ഒരു ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ ഇവരുടെ ഫാമിലി ആളുകൾ വിറക് ലേലം ചെയ്യാൻ പോയതായിരിക്കും. നമ്മുടെ പൈസയ്ക്കും നമ്മുടെ ആസ്തിക്കും അനുസരിച്ചിട്ടാണ് വിറക്. പിന്നെ അതിൻ്റെ ഒരു ബാർഗെയിനിങ് സമയമൊക്കെ ഉണ്ടാവും. പൈസ ഉള്ള ആളുകളാണെങ്കിൽ ഫുൾ ബോഡിയിൽ വിറക് വെക്കാനുള്ള വിറക് വാങ്ങിക്കാൻ പറ്റും. പൈസ കുറവുള്ള ആളുകളാണെങ്കിൽ ശരീരത്തിൻ്റെ നടുഭാഗത്ത് മാത്രം വിറക് വെച്ചിട്ട് കത്തിക്കും എന്നൊക്കെയാണ് ഞാൻ ഇവിടുന്ന് കേട്ട് മനസ്സിലാക്കിയത്. ഇപ്പോൾ അവിടെ തന്നെ കത്തിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ അധികം ഷൂട്ട് ചെയ്യുന്നില്ല. ഇവിടെ നിൽക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ചൂടും ആ ചാരമൊക്കെ ഇങ്ങനെ പറന്ന് വരും നമ്മുടെ മേത്തേക്ക്. ആ കത്തുന്നതിൽ തന്നെ ഒരു തല പുറത്തേക്ക് കാണാം കേട്ടോ. ഈ വിറക് മുറിക്കുന്ന ശബ്ദമൊക്കെ നമുക്ക് വളരെ ഒരു ഭീകരതയോ ഒരു പെയിനോ എന്തൊക്കെയോ ഒരു ഇമോഷനാണ് കേട്ടോ നമുക്ക് തരിക. ഫുൾ ഇവർക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ബ്ലാങ്ക് ഫേസാണ്. വില ബാർഗെയിൻ ചെയ്യുമ്പോഴും വില തർക്കങ്ങൾ, മരത്തിൻ്റെ വിലയുടെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവുമ്പോഴും യാചനയുടെ മുഖമൊക്കെ ആണെങ്കിലും ഒരു പ്ലെയിൻ ഫേസാണ് എല്ലാവർക്കും. ഞാൻ ഏറ്റവും മുകളിലൊരു ദഹിപ്പിക്കുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ഈ ഒരു അമ്പലവും ഉള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് ഞാൻ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ ഒട്ടും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര അതിൻ്റെ ചാരമൊക്കെ ഇങ്ങനെ മേത്തേക്ക് ഇത് കണ്ടോ, ഈ പൊടി മുഴുവൻ എൻ്റെ മേത്തും തലയിലും ഡ്രസ്സിലും ഒക്കെ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തിരിച്ചിറങ്ങി. ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ട പയ്യനില്ലേ, ഞാൻ അവിടുന്ന് കണ്ടൊരു കുട്ടിയാണ്. ആ കുട്ടി ഒരു ബോഡിയുടെ കൂടെ വന്നതാണ്. അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്കൊരു ഒറ്റയ്ക്ക് പോകാനൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞപ്പം ആ കുട്ടി പറഞ്ഞു, വാ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയതാണ് കേട്ടോ. ഞാൻ ഇവിടുന്നൊക്കെ ഒറ്റയ്ക്കാണ് പോയതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എന്തോ ഒരു തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, ശരിയായി എന്ന് തോന്നുന്നു. വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരിക്കൽ. അപ്പം ഇതാണ് കേട്ടോ, ഇവിടെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഒരു ദിവസം 350 തൊട്ടിട്ട് 650 ബോഡി വരെ കത്തിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരുപാട് ഡോഗ്സ് ഉണ്ട്. ഇവരൊന്നും ഇപ്പോൾ ഉടുപ്പിട്ടിട്ടുള്ള കുറേ ഡോഗ്സിനെ ഞാൻ കണ്ടു. ഏതോ ഒരു ഓർഗനൈസേഷൻ, പെറ്റ് ലവർ ഓർഗനൈസേഷൻ ഉടുപ്പിടിച്ചിട്ടുണ്ട് കുറേ ഡോഗ്സിന്, കാശി വാരാണസി മുഴുവൻ. പിന്നെ ഇതേ ഈ ചേട്ടൻ ഇങ്ങനെയല്ല, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഇവർ മാത്രമല്ല. ഇങ്ങനെ ആളുകൾക്ക് മറ്റേ ഇങ്ങനെ വലിയ കുറിയൊക്കെ തൊട്ട് പല ഓംന്നും തൃശ്ശൂലവും ഒക്കെ അങ്ങനെ വരച്ച് വെച്ചിട്ടൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിന് ഇവിടെ ഇങ്ങനെ കുറേ ആളുകളുണ്ടാവും, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ അടുത്ത്. അപ്പം ഇങ്ങനെ 10 രൂപ 20 രൂപ 50 രൂപയൊക്കെ കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട് ആളുകൾ. ഇവിടെ ഇങ്ങനെ കുറേ കച്ചവടക്കാർ. ഒരു ചേട്ടൻ ഇതേ സുഖമായിട്ട് ഉറങ്ങണു, ആ തിരക്കും ബഹളവും, ശംഖ് വിളിക്കണു. കച്ചവടക്കാരും തിരക്കും ബഹളവും ഒക്കെ തന്നെയാണ്. നമുക്കിങ്ങനെ ഈ ഗാർഡ്സിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. പഞ്ഞിമുട്ടായി നിറയെ കാണാം കേട്ടോ എല്ലായിടത്തും. ആളുകളെയൊക്കെ കണ്ട് നമുക്കിങ്ങനെ നടക്കാം. ഇത് നല്ല ഭംഗി തോന്നി എനിക്ക് കണ്ടപ്പം. അപ്പോൾ ഞാൻ അങ്ങനെ അത് ക്യാപ്ചർ ചെയ്തതാണ്. ഒരു സാധാ കടയാണ്, അവരവിടെ വിൽക്കാൻ വെച്ചതാണ് ഇതെല്ലാം.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ പഞ്ഞിമുട്ടായി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ. ഭയങ്കര കളർഫുള്ളായിട്ട് അങ്ങനെ കാണുന്നതുകൊണ്ട് ഞാനത് കാണുമ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ സമയം പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ആളുകളെയൊക്കെ കണ്ട് ആക്ച്വലി കുറച്ച് പേരൊക്കെ നമ്മളെ ഡോക്ടർ രതീനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആന്ധ്രാപ്രദേശിൽ നിന്നൊരു ഗ്രൂപ്പ് ഓഫ് ചേട്ടന്മാരൊക്കെ. പിന്നെ അതാ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ആ കുട്ടി വരച്ച പെയിൻറ്റിങ്സ് ആണ്. ഈ രണ്ട് കുഞ്ഞു മക്കളുടെ ഒരു പെയിൻറ്റിങ്സിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അവർക്ക് ഓരോ പെയിൻറ്റിങ്ങിനെ പറ്റി ഓരോ അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. അത് കേട്ട് കുറച്ച് സമയം ഞാൻ അവിടെ നിന്നു. പിന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിങ് വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ അവസാനം ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അതിൻ്റെ തൊട്ട് ബാക്കിൽ ലൈവ് സ്കെച്ച് ഒരു ആർട്ടിസ്റ്റ് ഇരുന്ന് ലൈവ് സ്കെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയും ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അദ്ദേഹം എന്ത് ഈസി ആയിട്ടാണ് വരയ്ക്കണമെന്നറിയോ? നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 100 വട്ടം മായ്ച്ച് വരച്ച് അങ്ങനെയല്ലേ. അദ്ദേഹം അങ്ങനെ മായ്ക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സുഖമായിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് പുള്ളീൻ്റെ കൈ ഇങ്ങനെ ഒഴുകുന്ന പോലെയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. ഇത് ഇവിടുത്തെ ഒരു ഡോൾഫിൻ റെസ്റ്റോറൻറ്റ്, ഗംഗയൊക്കെ കണ്ട് കോഫി കുടിക്കാൻ പറ്റിയൊരു സ്ഥലം. ഇതാണ് എനിക്ക് ഇവിടുത്തെ ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഈ വേസ്റ്റ് കുമ്പാരം കണ്ടില്ലേ? ഇതൊരു ബ്യൂട്ടിഫുൾ പാസേജാണ്, പക്ഷേ അവിടെ ഫുൾ വേസ്റ്റാണ്. കുറച്ച് വൃത്തിയില്ല. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത്രയും ആളുകൾ നോൺ സ്റ്റോപ്പായിട്ട് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പം എത്രത്തോളം പോസിബിളാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇത് വൃത്തിയാക്കാനൊക്കെ. ചേച്ചിമാർ നിന്ന് ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ അതാ വീണ്ടും നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നട്ടുച്ചയൊക്കെ കഴിഞ്ഞ് 2 മണി 3 മണിയുടെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ് ഈ വെയിലത്ത് കൂടെ. അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ ഗാഡ്സ് കൂടെയൊക്കെ നടന്ന് തിരിച്ച് ഞാൻ നടക്കുക തന്നെയാണ് ചെയ്യണത്. അപ്പം എനിക്കൊരു 1/2 hour നടത്തമുണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക്. അപ്പം ഇങ്ങനെ പലതരം കച്ചവടക്കാരും വഴി നീളെ ഇങ്ങനെ ഒരു സൈഡിലും ഇങ്ങനെ നിറയെ ഭിക്ഷക്കാരെ കാണാം. നമുക്ക് പല ഭാവത്തിലുള്ള ആളുകളെ കാണാം കേട്ടോ. ഭക്തിയായിട്ടും കൗതുകത്തോടെ കാഴ്ച കാണുന്ന ആളുകളും ഇതൊക്കെ കണ്ടു. ഇങ്ങനെ കുറേ നിറങ്ങൾ അവിടെയൊക്കെ നിന്ന് നോക്കുന്ന കുട്ടികളും സ്ത്രീകളെയൊക്കെ കാണാം. പലതരം പൂജാ സാധനങ്ങളും ശംഖും രുദ്രാക്ഷമൊക്കെ ആയിട്ടുള്ള കടകൾ. ഇവിടെ കുട്ടികൾക്കൊരു പ്ലേ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. നല്ല കുറേ കുട്ടികളും ബഹളമൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഏരിയയ്ക്ക് പോയില്ല. വഴി നീളെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഞാൻ പതുക്കനെ ഇങ്ങനെ ഹോട്ടലിലേക്ക് പോവാണ്. കുറച്ച് വിശപ്പിൻ്റെ വിളിയും വരുന്നുണ്ട്. ഇതൊക്കെ കാണും കൂടെ ചെയ്യുമ്പോൾ അറിയാലോ, വിശപ്പ് നമുക്ക് കുറച്ച് കൂടുമല്ലോ. ഇത് അറിയില്ലേ, ഡമരുവാണ്. എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. കുറേ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചീത്ത വെക്കും. ഞാൻ പറഞ്ഞുല്ലോ, ഞാൻ നല്ലപോലെ കുറയ്ക്കുകയാണ് എൻ്റെ വാങ്ങുന്ന സ്വഭാവം എന്ന്. പിന്നെ അതാ നമ്മൾ തിരിച്ച് നടക്കണു. ആൾക്കൂട്ടവും ബഹളവും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് കുറേ മനുഷ്യരിങ്ങനെ പൂക്കളായിട്ട് വരുന്നു, കുറേ പേര് തൊഴാനായിട്ട് വരുന്നു, ആൾ റിക്ഷയിൽ വരുന്നു, കാത്തിരിക്കുന്ന റിക്ഷക്കാർ. ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ ഇവിടെ നിന്നിങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട് കണ്ട് നടക്കുമ്പം എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് വാരണാസിയിൽ ഭയങ്കര ഇഷ്ടം. ഈ മോൻ നല്ല രസമായിരുന്നേ. അവൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അതിനകത്ത് കയറി ഇരുന്നിട്ടൊക്കെയുള്ള. എഗെയിൻ ഞാൻ പറഞ്ഞുല്ലോ, നമ്മുടെ പഞ്ഞിമുട്ടായി ചേട്ടൻ വേറെ ചേട്ടനാണ്, ഇത് നേരത്തെ ആളല്ല. ഇങ്ങനെ എനിക്കിഷ്ടമായി ഈ പല കളർ, ഈ മിഠായി കളേഴ്സ് ഇങ്ങനെ കാണാൻ തന്നെ ഒരു രസമല്ലേ. പിന്നെ അതാ മാസ്കും പീപ്ലി എന്നല്ലേ നിങ്ങൾ പറയുക? എന്താ അതിന് പറയുക? ഞങ്ങളവിടെയൊക്കെ പീപ്ലി എന്നാണ് പറയുക. ഈ കുട്ടി ഇത് എന്താണെന്ന് എനിക്കറിയില്ല, പറ്റിച്ചതാണോ എന്നും അറിയില്ല. ഈ കുട്ടിക്ക് പാൽപ്പൊടി വാങ്ങിച്ചു കൊടുക്കണം, ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ബെഗ് ചെയ്യുക. പൈസ കൊടുത്ത് അവർ വാങ്ങില്ല. അപ്പം ഞാൻ എൻ്റെ മുന്നിൽ തന്നെ അത് പൊട്ടിച്ച് അതിനെക്കൊണ്ട് കഴിപ്പിച്ചു. കുറേ പേര് എന്നോട് പിന്നീട് പറഞ്ഞു അവർ ആ പാക്ക് തിരിച്ചു കൊടുത്തിട്ട് കടക്കാരും ഇവരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും എന്ന്. പക്ഷെ എനിക്കറിയില്ല. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പൊട്ടിച്ച് ആ കുട്ടീനെ കൊണ്ട് അത് കഴിപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അതും വഴിയിലിങ്ങനെ ആളുകൾ നമ്മളടുത്ത് വന്ന് ചോദിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ. ഞാനിങ്ങനെ പതുക്കെ നമ്മുടെ ഹോട്ടലിൽ എത്തി. ഇനി കയറി നമുക്ക് കഴിക്കാം. താങ്ക് യു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണേ. ഭക്ഷണം കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചു. ഞാൻ അങ്ങനെ കിടന്നുറങ്ങിയൊന്നുമില്ല, ഒന്ന് ഇരുന്ന് മയങ്ങില്ലേ, അങ്ങനെ ഒന്ന് ഉറങ്ങി. ഞാൻ വീണ്ടും
അസിഘട്ടിലേക്കാണ് പോണത് വൈകുന്നേരം. എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ദർശനം പൂർണ്ണമാവണമെങ്കിൽ കൗടി മാതാനിയും കൂടെ കാണണം എന്നുള്ളത്. അപ്പം അത് അസിഘട്ടിനടുത്താണുള്ളത്. അപ്പം അങ്ങടേക്ക് നമ്മൾ പോവുകയാണ്. അസിഘട്ടിലേക്ക് പോകണം എന്താ വെച്ചാൽ അവിടെ ഈവനിങ് ഗംഗ ആരത്തി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് കണ്ടിട്ട് കൗടി മാതാനെ കാണാൻ പോവാണ്. Thank you. Cute. Nice. ഒരു സ്വീറ്റ് ഫാമിലി അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ അസിഘട്ടിലെത്തി. ഇതാണ് അസിഘട്ടിലെ ഈവനിങ് സമയത്തുള്ള ഗംഗ ആരത്തി. അസിഘട്ടിൽ രാവിലെയും വൈകുന്നേരവും ഉണ്ട്. നമ്മൾ ആദ്യത്തെ ദിവസം കണ്ടത് ദശാശ്വമേധ് ഘട്ടിൽ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഗംഗ ആരത്തിയായിരുന്നു. ഇവിടെയും ഗംഗ ആരത്തി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് സൺറൈസിൻ്റെയും സൺസെറ്റിൻ്റെയും സമയത്തുണ്ട്. അപ്പം ഇവിടുന്ന് ഇനി നമ്മൾ തിരിച്ച് കൗടി മാതാൻ്റെ അങ്ങടേക്ക് തന്നെ പോവുകയാണ്. ഇതൊരു ഷോപ്പാണ്. ഇവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഞാനത് ലാസ്റ്റ് കാണിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരുമിച്ച് കാണിക്കാം. അപ്പം ആക്ച്വലി ഞാൻ കൗടി മാതാൻ്റെ അങ്ങോട്ട് GPS ഇട്ടിട്ട് നടക്കുകയാണ് ചെയ്തത്. പോകുന്ന വഴി ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ മതിൽ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് രാത്രി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ ഇത്ര ഭംഗി. പകൽ ചിലപ്പം കളർഫുൾ അല്ലാത്തതുകൊണ്ട് ഇത്ര ഭംഗി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ടായിരുന്നു രാത്രി കാണാൻ. കുറച്ച് വിജനായിട്ടുള്ള വഴിയായിരുന്നു. എനിക്ക് പോകുമ്പോൾ ലേശം പേടിയാവുകയൊക്കെ ചെയ്തു, ആളുകളെയൊന്നും അധികം കാണാത്തത് കൊണ്ട്. അവിടെ ചെന്നപ്പോഴും എനിക്ക് അപ്പോൾ അവരെന്നോട് പറഞ്ഞു കാശി ദർശനം പൂർണ്ണം സമ്പൂർണ്ണം എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് ആ കൗടി മാതാൻ്റെ അമ്പലം. ഇതാണ് അവിടുത്തെ വഴിപാട്. ഇത് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് കൊടുക്കുക ചെയ്യുക. എന്നൊരു കവടി നമുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ തരും. തിരിച്ച് ഞാൻ വീണ്ടും അസിഘട്ടിലെത്തി. അസിഘട്ടിലേക്ക് വീണ്ടും വരാനുള്ളൊരു റീസൺ എന്താ വെച്ചാൽ നമ്മളുടെ ഒരു മലയാളം സിനിമയുടെ ഷൂട്ട് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഇന്ദ്രൻ ചേട്ടനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ദ്രൻ ചേട്ടനെ പോയി കാണാമെന്ന്. ഞങ്ങൾ കുറേ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ സിനിമയിൽ ആദ്യം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമയിൽ എൻ്റെ അച്ഛനായിരുന്നു. അപ്പം ആ ഒരു സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയതാണ്. അവരുടെ ഷൂട്ടിങ്ങിനുള്ള ബോട്ടൊക്കെ അവരെനിക്ക് വിട്ട് തന്നു. അപ്പോൾ ഞാൻ ദീപം കത്തിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ബർത്ത്ഡേയുടെ അന്ന് പറ്റിയില്ല. അപ്പോൾ ഞാൻ ദീപം കൂടെ കത്തിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അത് 4 എണ്ണം മേടിച്ചു. എന്നിട്ട് ഇതാ ഞാൻ ലൊക്കേഷനിലേക്ക് പോവാണ്. എന്ത് രസമല്ലേ. ഞാൻ രാത്രി ഇത്ര ഭംഗി ഉണ്ടാവും ഇത്ര ഫീൽ ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. രാത്രി ഗംഗാരൈഡും മോശമല്ല കേട്ടോ. ഇനി പകൽ മാത്രം ചെയ്താൽ പോരാ. നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഒരു രാത്രിയും കൂടെ ഒരു ബോട്ട് റൈഡിന് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ഡിഫറെൻറ്റ് ഫീലും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസും ഒക്കെയാണ്. ഈ കറുത്ത നിറത്തിലൊക്കെ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യൂ. ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അത് ഓവറാക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് അടുത്തു. അവിടെ ദൂരെ കാണുന്നുണ്ട് ഒരു നീലയും ഓറഞ്ചൊക്കെ കളർ. അതൊരു ലൈറ്റ് ഷോ ആണ്, ലേസർ ലൈറ്റ് ഷോ. അങ്ങനെ എന്താ അതിന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈറ്റ് ഷോ ആണെന്ന് ഇവർ പറഞ്ഞു എൻ്റെ അടുത്ത്. അവിടെ ഇങ്ങനെ ഒരു കഥ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഓരോ ദിവസം ഡിഫറെൻറ്റ് സ്റ്റോറീസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അതും ഈ യാത്രയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റും. എനിക്ക് അറിയാത്തൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പം ഇതും അവിടെ എല്ലാ ദിവസവും നടക്കുന്നതാണ് അത്രേ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇവിടെ വന്നിട്ട് കുറേ ഒരു കൂട്ടം മലയാളികളെയും നമുക്കറിയുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരെയും കാണാനായിട്ട്. അപ്പോൾ അവിടെ എത്തി, അവരെയൊക്കെ കണ്ടു. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ദീപം കത്തിച്ചിട്ട് ഗംഗയിൽ ഒഴുക്കാം. ഇതെല്ലാം എക്കോ ഫ്രണ്ട്ലി സാധനങ്ങളാണ് കേട്ടോ. പാളയും പൂക്കളും എല്ലാം. അപ്പം ഒന്നും പ്രശ്നമുള്ള സാധനങ്ങളല്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞാനും അത് ഒഴുക്കി വിടുന്നത്. അതൊരു മോശമാവില്ല ഈ വെള്ളത്തിനും ഒന്നെന്ന് ഞാൻ വിചാരിക്കണു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ അപ്പുറത്ത് വെള്ളത്തിലിങ്ങനെ ദീപം കത്തി നിൽക്കുന്നത് കാണാനും ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നന്നായിട്ട് കെടാണ്ട് കുറേ ദൂരം അങ്ങനെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു എൻ്റെ ദീപം. പിന്നെ തിരിച്ച് ഞാൻ വന്നു. ബോട്ടിൽ തന്നെയാണ് വന്നത്. വീണ്ടും ഞാനത് ഷൂട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഞാൻ നടന്നു വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ബോട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ദശാശ്വമേധ് ഘട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അവിടെ അടുത്താണല്ലോ എൻ്റെ ഹോട്ടലുള്ളത്. അപ്പം അങ്ങനെ തിരിച്ചതാ ഞാൻ റൂമിലേക്ക് നടക്കുകയാണ്. നടക്കുമ്പം ഒന്നും കൂടെ ആ പോകുന്ന വഴിയിലുള്ള നമ്മളുടെ ഈ ഘാട്ടിൻ്റെ ഒരു ഇത് ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സ്ലോ ആയിട്ടേ പോയുള്ളൂ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാൻ പകൽ കാണിച്ചെന്ന ആ തോണി.
ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തും തീ കൂട്ടി ആളുകൾ തീ കായുന്നൊക്കെ ഉണ്ടായിരുന്നു. നായ്ക്കുട്ടികളും അതിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഒരു ഷെഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു, ഒരുപാട് ആളുകൾക്ക് കിടക്കാനായിട്ട് അവിടെ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് ആളുകൾക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന സ്പേസാണ്. പിന്നെ ഇതാ ഇങ്ങനെ നടന്ന് ഞാനൊരു വിധം ക്ഷീണിച്ചു. കഴിഞ്ഞ ദിവസവും ഇന്നും ആക്ച്വലി 10-12 കിലോമീറ്റർ നടന്നു കേട്ടോ. ആദ്യത്തെ ദിവസം 8 കിലോമീറ്ററൊക്കെ നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതാണ് ഏറ്റവും കൂടുതൽ നടന്നത് എന്നുള്ളത്. പക്ഷേ പിന്നീട് അത് 10-12 ആയപ്പോൾ മനസ്സിലായി എനിക്ക് കൂടുതൽ നടക്കാനും പറ്റുന്നുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റാത്ത ക്ഷീണമൊന്നുമില്ല. പക്ഷെ ഇത്രയും കാഴ്ചകൾ കണ്ടതും വർത്താനം പറഞ്ഞതും ഇത്രയും എനർജീൻ്റെയും പിന്നെ എന്തായാലും ഒരു ചെറിയ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ വഴി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല ഈ ഒരു ഫീല്. അപ്പം നിങ്ങളെ മാക്സിമം എൻ്റെ കൂടെ ഞാൻ കണ്ട പോലെ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറേ കളയാത്തതും. കുറേ സാധനങ്ങൾ എനിക്കറിയാം ഇതിൽ വേണമെങ്കിൽ കളയായിരുന്നു എന്നുള്ളത്. പക്ഷെ ഞാനിങ്ങനെ കണ്ടത് മാക്സിമം നിങ്ങളെയും കൂടെ കാണിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും ഇങ്ങനെ അധികം ട്രിം ചെയ്യാണ്ട് കട്ട് ചെയ്യാണ്ട് കാണിക്കുന്നത്. ആൻഡ് എനിക്കറിയാം ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട് എന്നുള്ളത്. അടുത്ത വീഡിയോ ഇങ്ങനെ ലെങ്ത് ആവാണ്ട് നോക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. കഴിഞ്ഞ 2 വീഡിയോ കണ്ടില്ലെങ്കിൽ അത് കാണൂ. അപ്പം ബൈ ബൈ.